ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ കറിയുടെയോ ഒന്നിൻ്റെയും തന്നെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി. നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റ്, ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. മക്കൾക്കായാലും മുതിർന്നവർക്കായാലും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ഒരു ടേസ്റ്റുള്ളൊരു പാൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോൾക്കാണെങ്കിലും ചെറുതിനാണെങ്കിലും നല്ല ഇഷ്ടമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണല്ലോ. അപ്പം നേരെ അതുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളിലേക്കും കിടക്കട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്, ഒട്ടും തന്നെ പണിയില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പഞ്ചസാര, അതേപോലെ തന്നെ പാല്, ബേക്കിംഗ് പൗഡർ, ഒരു എഗ്ഗ്, ഇത്രയേ ഉള്ളൂ കേട്ടോ മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മൈദയും കൂടി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് വരുന്നത് ഞാൻ കപ്പോളാണ് കേട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത്. ആ കപ്പോളം തന്നെയാണ് മൈദ എടുക്കേണ്ടത്. മെഷർമെൻറ്റ് കപ്പ് മൈദ, കപ്പ് പഞ്ചസാര, അതേപോലെ തന്നെ കപ്പ് പാല്, അങ്ങനെയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് പാരുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണമെന്നുള്ളവർക്ക് കുറയ്ക്കാം കേട്ടോ. ഞാനിവിടെ കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. മക്കൾക്ക് മധുരം ഇഷ്ടമാണ്, അപ്പം അതുകൊണ്ട് തന്നെ കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ കപ്പോളം ഞാൻ പാലൊഴിക്കുന്നുണ്ട് കേട്ടോ. കപ്പ് എന്ന് പറഞ്ഞാൽ നിറവിലല്ല, അത് ഒരു മീഡിയം ലെവലിൽ ഒരു കപ്പോളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ആ കപ്പിൻ്റെ പകുതിയാണ് ഞാൻ ഓയിൽ ഒഴിക്കുന്നത്. കപ്പിൻ്റെ പകുതി, അതിൻ്റെ കപ്പ് എടുത്തതിൻ്റെ പകുതി ഓയിൽ മാത്രമാണ് അതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. അതും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതേ അളവിൽ തന്നെ കപ്പോളം മൈദയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യം വരുന്നത് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂണോളം ചേർത്താൽ മതിയാവും കേട്ടോ. ഞാനിവിടെ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഒരുപാടൊന്ന് കറക്കണ്ട കേട്ടോ, ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കും കേട്ടോ, നല്ല ലൂസും അല്ല, അതേപോലെ നല്ല തിക്കായിട്ടും ഇല്ല. ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എളുപ്പം തന്നെ ചെയ്യുക. അതിൻ്റെ കൂടെ കറിയോ മറ്റോ ഒന്നും തന്നെ വേണ്ട, അത് ഡയറക്റ്റായിട്ട് കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ബട്ടർ ഓയിലോ തേച്ചിട്ട് ഇതേപോലെ ചെറിയ കയ്യിലായിട്ട് പാർന്ന് കൊടുക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു ബബിൾസൊക്കെ വരുന്ന സമയത്ത് ഇത് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കാരണം മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ. അതേപോലെ തന്നെ സിമ്മിലായിരിക്കണം വേവിക്കേണ്ടത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനും ഒരു കളർ ചേഞ്ചസ് ഒക്കെ വരും. അപ്പം സിമ്മിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാൻ കേക്ക് ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഇത് തേനൊഴിച്ചോ അല്ലെങ്കിൽ ചോക്കോസ് അങ്ങനെ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് അതൊന്നും വേണം തന്നെ ഇല്ല. തേനും കാര്യങ്ങളും തന്നെ നിർബന്ധമില്ല. ഇങ്ങനെ ചൂസ് ചെയ്ത് കഴിക്കട്ടോ.